ചെറിയനാട്ടെ ലതാ കുരുവിള എന്ന വീട്ടമ്മയുടെ കൃഷിവിശേഷങ്ങൾ പരിചയപ്പെടാം. ഔഷധഗുണമേറെയുള്ള കരിങ്കോഴിയും ഓർക്കിഡ്, ആന്തൂറിയം തുടങ്ങിയ പൂക്കളുമാണ് വീട്ടുമുറ്റത്തെ ഈ കൃഷിയെ ആകർഷകമാക്കുന്നത്. തൂവലും തലയിലെ പൂവും കാലുകളും വരെ കറുത്ത നിറത്തിലുള്ള കോഴികളാണ് കരിങ്കോഴികൾ. നിറത്തിൽ മാത്രമല്ല ഈ കോഴികൾ വ്യത്യസ്തമാകുന്നത്. ഔഷധ ഗുണത്തിലും ഏറെ മുന്നിലാണ് കരിങ്കോഴികൾ. മറ്റു കോഴികളെ വളർത്തുന്നത് പോലെ തന്നെയുള്ള പരിചരണം മതിയാകും കരിങ്കോഴികൾക്കും. എന്നാൽ ആവശ്യക്കാർ കൂടുതലുള്ളതിനാൽ വിപണിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ലതാ കുരുവിള പറയുന്നു. കരിങ്കോഴികൾ മാത്രമല്ല, വർണ്ണവിസ്മയം തീർക്കുന്ന പൂക്കളും ഈ വീട്ടമ്മയുടെ കൃഷിയിടത്തിലുണ്ട്. ഓർക്കിഡുകളും ആന്തൂറിയങ്ങളും ലതയുടെ വീടിനു മുന്നിൽ കണ്ണിന് ആനന്ദം പകരുന്നു. പലരും വിചാരിക്കുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഓർക്കിഡ് കൃഷിയെന്ന് അനുഭവത്തിൽ നിന്നും ലത വ്യക്തമാക്കുന്നു. വേണ്ടത് കൃഷി ചെയ്യാനുള്ള മനസ്സ് മാത്രം. ആളുകളുടെ വിചാരം ഇതിന് ഒത്തിരി കോസ്റ്റ് ആണെന്നാണ്. പക്ഷേ ഇതിനൊരു വലിയ പരിപാലനമൊന്നും ആവശ്യമില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതിൻ്റെ കൂടെ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കൂടുതലും ചാണകവെള്ളമാണ് ഞാൻ സ്പ്രേ ചെയ്യുന്നത്. അല്ലാതെ മരുന്നടിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എന്തെങ്കിലും പ്രാണികളൊക്കെ വരുമ്പോൾ അതിനെ എടുത്ത് കളയുക എന്നുള്ളതേ ഉള്ളൂ. പൂക്കളേക്കാൾ ചെടികളിൽ നിന്നാണ് പ്രധാനമായും ആദായം ലഭിക്കുന്നത്. ഓർക്കിഡിന്റെയും ആന്തൂറിയത്തിന്റെയും തൈകൾക്കായി ഒട്ടേറെ ആവശ്യക്കാർ എത്തുന്നു. ഇപ്പോൾ കട്ട് ഫ്ലവറായിട്ട് പൂക്കൾ കൊടുക്കുന്നുണ്ട്, ഓർക്കിഡും കൊടുക്കുന്നുണ്ട്. ഇത് നല്ല മാർക്കറ്റിംഗ് ഉള്ള ഒരു പൂക്കൃഷിയാണ്. വളരെ കുറച്ച് സ്ഥലം മാത്രം മതി ഓർക്കിഡ് കൃഷിക്ക്. ചെടികൾ ക്രമീകരിക്കുന്നതിൽ അല്പം ശ്രദ്ധിക്കണം എന്ന് മാത്രം. കുറച്ച് സ്ഥലം മതി, കൂടുതൽ പ്ലാന്റ് നമുക്ക് നടാം. ഇത് പല വെറൈറ്റിയിലുള്ള പ്ലാന്റ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഒരു ഗാർഡൻ ഈ ഒരൊറ്റ തൂണെ തന്നെ ഇരിക്കും. ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റുകയും ചെയ്യാം. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ വീടിനകത്ത് എടുത്ത് വെക്കണമെങ്കിലും ഒക്കെ ഇത് നല്ലൊരു പ്ലാന്റ് ആണ്. ആദായം മാത്രമല്ല, അതിനേക്കാളേറെ മാനസിക ഉല്ലാസമാണ് ഭൂകൃഷിയിലേക്ക് തന്നെ ആകർഷിച്ചതെന്ന് ലതാ കുരുവിള പറയുന്നു. മാനസിക സമ്മർദ്ദവും പ്രയാസങ്ങളുമെല്ലാം പൂക്കളുടെ മനോഹാരിതയിൽ അലിഞ്ഞില്ലാതാകും. ഇത് മാനസിക ഉല്ലാസമാണ് ഇതിന് ഏറ്റവും കൂടുതൽ. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടായാലും നമ്മൾ ഈ പൂന്തോട്ടത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ചെടികളെ കാണുമ്പോൾ ഇതിനെ പരിപാലിക്കുമ്പോൾ ആ ടെൻഷനൊക്കെ മാറിക്കിട്ടും. എല്ലാ കാര്യത്തിലും ലതയ്ക്ക് ഉറച്ച പിന്തുണയുമായി ഭർത്താവ് കുരുവിളയുമുണ്ട്. പൂക്കളും കോഴികളും മാത്രമല്ല, അപൂർവങ്ങളായ പഴങ്ങളും പച്ചക്കറികളും അലങ്കാര മത്സ്യങ്ങളുമെല്ലാം പുരയിടത്തിലെ ചെറിയ കൃഷിത്തോട്ടത്തിൽ ലത കൃഷി ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.